ജോ, നേരത്തെയൊക്കെ യുവതിയുടെ രഹസ്യമൊഴി അടക്കം രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഈ ഗർഭിണിയാണെന്ന് അറിഞ്ഞിട്ടും വീണ്ടും വീണ്ടും പീഡനത്തിന് വിധേയമാക്കിയതടക്കമുള്ള ഗുരുതര കുറ്റകൃത്യങ്ങൾ FIR അടക്കം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ പുതിയ അന്വേഷണ സംഘത്തെ രൂപീകരിച്ചിരിക്കുമ്പോൾ നിലവിലെ അന്വേഷണത്തിന്റെ പുരോഗതി അതെങ്ങനെയാണ്? ഇന്നലെയാണ് ഇതുമായി ബന്ധപ്പെട്ട അതിജീവിത തന്നെ മുഖ്യമന്ത്രിക്ക് പരാതി നൽകുന്നത്. അതിവേഗം തന്നെ ഇതിന്റെ നടപടികളിലേക്ക് അന്വേഷണ സംഘം കടക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ അതിജീവിതയുടെ മൊഴി നിയമ പോലീസ് രേഖപ്പെടുത്തുന്നു. അതിന് പിന്നാലെ രഹസ്യമൊഴി കോടതിയിൽ രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഇനി അതിന്റെ തുടർ നടപടികളിലേക്ക് കടക്കുകയാണ്. അതിജീവിത പരാതിക്കൊപ്പം ഡിജിറ്റൽ തെളിവുകൾ ഉൾപ്പെടെ നൽകിയിട്ടുണ്ട്. ഈ മെഡിക്കൽ രേഖകൾ സംബന്ധിച്ച വിവരങ്ങളുണ്ട്. ഇവർ അബോർഷൻ ചെയ്തിട്ടുള്ള വിവരങ്ങളുണ്ട്. അതിനുശേഷം ഇവർ ഡോക്ടറെ കൺസൾട്ട് ചെയ്തതിന്റെ വിവരങ്ങളുണ്ട്. അങ്ങനെ ഏതൊക്കെ ഹോസ്പിറ്റലിലാണ് പോയിട്ടുള്ളതെന്ന് സംബന്ധിച്ച് വിവരങ്ങൾ തേടിയിട്ടുണ്ട്. ഈ ഡോക്ടർമാരിൽ നിന്നടക്കം മൊഴി രേഖപ്പെടുത്തും. അതോടൊപ്പം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ യുവതിയെ ഭീഷണിപ്പെടുത്തുന്നതിന്റെ അബോർഷന് നിർബന്ധിക്കുന്നതിന്റെ ശബ്ദരേഖ പുറത്തു വന്നിട്ടുണ്ട്. അതിന്റെ ആധികാരികത തെളിയിക്കുന്ന പരിശോധനകളടക്കം കാര്യങ്ങളിലേക്ക് അന്വേഷണ സംഘം കടക്കുകയും ചെയ്യുന്നുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൽ എവിടെയാണെന്ന് സംബന്ധിച്ച അന്വേഷണവും നടത്തുകയാണ്. രാഹുലിനെ അറസ്റ്റ് ചെയ്തേക്കുമെന്ന വിവരം ഉണ്ടായിരുന്നു. പക്ഷേ മുൻകൂർ ജാമ്യാപേക്ഷയുമായി രാഹുൽ കോടതിയെ സമീപിച്ച സാഹചര്യത്തിൽ കോടതിയുടെ തീരുമാനം വരെ കാത്തിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഒരു അന്വേഷണ സംഘം നീങ്ങുന്നതെന്നാണ് നമുക്ക് മനസ്സിലാവുകയും ചെയ്യുന്നത്. എന്തായാലും മുൻകൂർ ജാമ്യാപേക്ഷയെ എതിർക്കാൻ വേണ്ടി തന്നെ അന്വേഷണ സംഘം തീരുമാനിച്ചിട്ടുണ്ട്. കാരണം ഗുരുതരമായ വകുപ്പുകൾ പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത്. സമൂഹത്തിലെ ഉന്നതനായിട്ടുള്ള ഒരാളാണ്, നിലവിലെ ഒരു MLA ആണ്. ഈ സാഹചര്യത്തിൽ ജാമ്യം നൽകിയാൽ അത് തെളിവ് നശിപ്പിക്കാനുള്ള നടപടികളിലേക്ക് ഉൾപ്പെടെ പോകും എന്നുള്ള കാര്യം കോടതിയിൽ ചൂണ്ടിക്കാണിക്കാനാണ് ഇപ്പോൾ അന്വേഷണ സംഘം തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും വളരെ വൈകാതെ തന്നെ കൂടുതൽ തെളിവുകൾ കണ്ടെത്തുക, അതിനുശേഷം ജാമ്യാപേക്ഷ തള്ളിയാലും വൈകാതെ തന്നെ അറസ്റ്റിലേക്ക് കടക്കാൻ വേണ്ടി തന്നെയാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം.